പ്രിയ കർണാമൃതം ശ്രോതാക്കളെ, രാമായണ മാസം, അതായത് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം കൊണ്ട് ഭക്തി നിർഭരമായിരുന്നുവെങ്കിൽ നമ്മുടെ ചിങ്ങമാസത്തിൽ ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥ കൊണ്ട് ഭക്തി നിർഭരമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പൊന്നിൻ ചിങ്ങം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൃഷ്ണഗാഥയെക്കുറിച്ചും കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരിയെക്കുറിച്ചും നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ കൃഷ്ണഗാഥയെക്കുറിച്ചും ചെറുശ്ശേരിയെക്കുറിച്ചും ഉള്ള വിവരണങ്ങളുമായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രുക്മിണിജിയാണ്. രുക്മിണിജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവരും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മിനി മുരളി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ എല്ലാമായ മിനിജിക്കും വിനീതമായ നമസ്കാരം പറയുന്നു. നമുക്ക് കാറും കോളും നിറഞ്ഞ കർക്കിടക മാസത്തിലെ രാമായണശീലികളുടെയും തത്വങ്ങളിലൂടെയും നാമജപങ്ങളിലൂടെയും മനസ്സിന് ഉന്മേഷഭരിതമാക്കിയ നമുക്കിതാ പൊന്നിൻ ചിങ്ങമാസം വന്നണഞ്ഞിരിക്കുന്നു. ഈ പുണ്യമാസം ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃഷ്ണാവതാര മാസം, വാമനാവതാരം, ഗണേശ ജന്മദിനം, അതായത് വിനായക ചതുർത്ഥി, അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെയുള്ള ഉത്സവാഘോഷത്തിമിർപ്പ്, അങ്ങനെയൊക്കെയുള്ള ഈ പുണ്യമാസം മുഴുവനും കൃഷ്ണഗാഥാ പാരായണം പണ്ട് മുതലേ ഉള്ള ഒരു പതിവായിരുന്നു. ഇന്നും അത് തുടരുന്നു. നമുക്ക് കൃഷ്ണഗാഥയിലേക്ക് കടക്കാം. ഉത്തര കേരളത്തിലെ കുറുമ്പ്രനാട് താലൂക്കിൽ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ച ചെറുശ്ശേരി നമ്പൂതിരിയാണ് മലയാള സാഹിത്യത്തിൽ സമുന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഈ കൃതിയുടെ കർത്താവ്. കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ ഒരു വിദ്വാനും കവിയുമായിരുന്നു ചെറുശ്ശേരി. ചൂത് കളിച്ചു കൊണ്ടിരുന്ന ഉദയവർമ്മ രാജാവിന് തോൽവി സംഭവിക്കും എന്ന് കണ്ടറിഞ്ഞ വിദുഷിയായ ഭാര്യ കുഞ്ഞിനെ താരാട്ടി ഉറക്കിക്കൊണ്ട് ഭർത്താവിൻ്റെ കളി സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് സന്ദർഭോചിതമായി അവർ പ്രവർത്തിച്ചു. ഉടനെ താരാട്ട് രൂപത്തിൽ അവർ ഇങ്ങനെ പാടി: പെട്ടെന്ന് കാര്യം മനസ്സിലാക്കിയ രാജാവ് കരുനീക്കി ആ ചൂതുകളിയിൽ ജയിച്ചു. തൻ്റെ ഭാര്യയുടെ കഴിവ് മനസ്സിലാക്കിയ രാജാവ് ആ താരാട്ട് പാട്ടിൻ്റെ ഈണത്തിൽ ഒരു കവിത നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ സദസ്യനായ ചെറുശ്ശേരി നമ്പൂതിരിയെ വിളിച്ചിട്ട് പറഞ്ഞു: ഈ രാഗത്തിൽ ഒരു കവിത നന്നായിട്ട് നമുക്ക് ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഒന്ന് നിർമ്മിച്ചാൽ വളരെ നന്നായിരുന്നു എന്നും അങ്ങനെ ഒരു കവിത നിർമ്മിക്കാൻ ആജ്ഞ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൃഷ്ണഗാഥയുടെ ഉൽപ്പത്തി സംഭവ്യമായത്. കാലത്തിന് മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത സൗന്ദര്യ ശില്പങ്ങളാണ് മലയാള മഹത്തായ സാഹിത്യകൃതികൾ എന്ന് പരക്കെ നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് 400-ലേറെ സംവത്സരങ്ങൾക്കപ്പുറം രചിക്കപ്പെട്ട കൃഷ്ണഗാഥ ഇന്നും മലയാള ഭാഷ നെഞ്ചിലേറ്റി ലാളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു മഹത്തായ സൃഷ്ടി തന്നെയാണ്. ലളിതമായ ശൈലിയും പദസൗഭഗവും ഭക്തി മികവും ശൃംഗാരരസവും ഒക്കെ ഒത്തിണങ്ങിയ കൃഷ്ണ ഭഗവാന്റെ എത്ര കേട്ടാലും മതിവരാത്ത ബാലലീലകളും രാസക്രീഡയും എല്ലാം മഞ്ജരീ വൃത്തത്തിൻ്റെ മനോഹാരിതയിൽ പതിഞ്ഞ താളത്തിൽ കേൾക്കുമ്പോൾ അതൊരപൂർവ അനുഭവം തന്നെയാണ്. നിരാ തന്നൂടെ പുഞ്ചീരിയായോരു ചന്ദ്രികാമെയിൽ പരക്കെ
അപ്പോൾ പ്രകൃതി സൗന്ദര്യം എല്ലാം കൃഷ്ണഗാഥയിൽ ഓരോ ഓരോ ഋതുക്കളുടെ സൗന്ദര്യം ഒക്കെ കൃഷ്ണഗാഥയിൽ ഈ കവി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. കേവലം ഒരു ഭക്തി കാവ്യം എന്ന നിലയിൽ മാത്രമല്ല കൃഷ്ണഗാഥയുടെ പ്രാധാന്യവും പ്രസക്തിയും. ഭക്തിഭാവത്തിന്റെ കടും ചായങ്ങൾ തുടച്ചു മാറ്റിയാലും കൃഷ്ണഗാഥയുടെ തിളക്കത്തിന്റെ മാറ്റൊട്ടും കുറയുന്നില്ല. അതിന് കാരണം ഭാഷാചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ ഈ കൃതി മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങളെ പറ്റി ഏതൊരു പഠനത്തിലും സുപ്രധാന സ്ഥാനം അർഹിക്കുന്നു എന്നതാണ്. മലയാള ഭാഷയിലെ നമ്മുടെ വികാസ പരിണാമങ്ങളെ പറ്റിയുള്ള പഠനത്തിൽ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം കൃഷ്ണഗാഥയ്ക്കുണ്ട്. ഭാഷാപിതാവ് എന്ന് പുകൾപെറ്റ തുഞ്ചത്തെഴുത്തച്ഛന് മുമ്പ് രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ കൃതി മലയാളത്തനിമയുടെ മനോഹരമായ നിദർശനമാണ്. ഹെർമൻ ഗുണ്ടർട്ട് പണ്ടേ ഒരു പരിഹാസ രൂപത്തിൽ പറഞ്ഞിരുന്നു, ചെറുശ്ശേരിയുടെ എരിശ്ശേരിയിൽ കഷ്ണമില്ല എന്നൊരു പരിഹാസം. തിരിച്ചു കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ, എന്താണ്? ഇളക്കി നോക്കിയാൽ കാണാം. ഈ ഓരോ കൃതിയും സൂക്ഷ്മമായി വായിക്കുന്നവർക്കറിയാം അതിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഭാഗവതത്തിന്റെ പ്രസക്തി ഭാഗവതത്തിൽ ചുരുക്കി പ്രതിപാദിച്ചിട്ടുള്ള പല കാര്യങ്ങളും കൃഷ്ണഗാഥയിൽ വളരെ വിപുലീകരിച്ച് തത്വങ്ങളെയൊക്കെ നാടൻ ഭാഷയിൽ ന്യായം എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. അപ്പോൾ തത്വങ്ങൾ എടുത്തു വരുമ്പം ന്യായം എന്നുള്ള ഒരു ശൈലി, നാടൻ ശൈലിയാണ് കൃഷ്ണഗാഥാകാരൻ സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര കഥാപാത്രമായ കൃഷ്ണനെ അവതരിപ്പിക്കുന്നതിൽ കവി പുലർത്തിയിട്ടുള്ള സഹൃദയത്വം, കൃഷ്ണനിലെ ഈശ്വരന്റെ മിഴിവ് നഷ്ടപ്പെടാതെ തന്നെ മനുഷ്യത്വത്തിന്റെ നാനാഭാഗങ്ങളും അദ്ദേഹം കൃഷ്ണ ഭഗവാനിലൂടെ ആ കഥാപാത്രത്തിലൂടെ ദീപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണഗാഥയെ പറ്റി നമുക്ക് കൃഷ്ണഗാഥയിലെ വരികൾ ഓരോന്നും എടുത്ത് പറയാൻ ഇവിടെ നോക്കാം. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ തൻ കയ്യിലേ നൽകി ചൊന്നാൻ, നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ചയിൽ നൽകേണമിന്നു തന്നെ എന്നമ്മ തന്നോടു ചൊല്ലേണം, പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടെന്നുള്ളിൽ പാരമെനിക്കെന്ന് ചൊൽക. പിന്നെ സാക്ഷാൽ ഈശ്വരനായ കൃഷ്ണന് യാതൊരു വസ്തുവിനോടും ആസക്തിയില്ലെങ്കിലും തനിക്കു ചുറ്റുമുള്ള സകലതിനോടും പ്രതിപത്തി പുലർത്തുന്നതായി ചെറുശ്ശേരി ഇവിടെ ചിത്രീകരിക്കുന്നു. ഗോകുലം വിട്ട് മധുരയിൽ വന്ന് താമസിക്കുമ്പോഴും തൻ്റെ മനസ്സ് ഗോപവാടത്തിൽ തന്നെയാണെന്നും അമ്മയെയും മറ്റുള്ളവരെയും താൻ എത്രമാത്രം തീവ്രമായി സ്മരിക്കുന്നുണ്ടെന്നും സൂചിപ്പിക്കുന്ന ഈ വരികൾ കൗമാര മനസ്സിന്റെ ചിത്രീകരണത്തിൽ കവിയുടെ ഒപ്പ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ചെറുശ്ശേരിയുടെ കൃതഹസ്തത ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പ്രണയിനിയായ രുക്മിണിയുടെയും അർജുന സമാഗമം കാംക്ഷിച്ചു കഴിയുന്ന സുഭദ്രയുടെയും വേണുഗാനശ്രവണത്താൽ തരളിതമാരായി തീർന്ന ഗോപികമാരുടെയും ഒക്കെ പാത്രസൃഷ്ടിയിലും ചെറുശ്ശേരി ഉചിതത്വം വളരെ ഉചിതമായിട്ട് വളരെ ഭംഗിയായിട്ട് അതൊക്കെ എടുത്തു വർണ്ണിക്കുന്നുണ്ട്. ഭാഗവതത്തിന്റെ ലക്ഷ്യമായ ഭക്തിമാർഗ പ്രചരണം തന്നെയാണ് കൃഷ്ണഗാഥയുടെയും ജീവധാര എന്നതിനും തർക്കമില്ല. സരസവും സരളവുമായ രീതിയിലുള്ള കഥാവതരണത്തിലൂടെ അനുവാചകരിൽ ഭഗവത് ഭക്തി വളർത്തുന്നതിനായിട്ടാണ് ഈ കൃതി രചിക്കപ്പെട്ടത് തന്നെ. എള്ളിൽ നീറഞ്ഞുള്ളോരെണ്ണയെ പോലെ ഉള്ളിൽ നീറഞ്ഞു ജഗത്തിലെങ്ങും
സന്തതം നിന്നോരു നിന്നെയും കാണാതെ അന്തരായി പോകതോ അന്തരായി പോകാതോരാരീ പാരിൽ പരിച്ചു ഖേദിത്തൻ നീളമില്ലായകയാൽ ഇരേഴുപാരുമാളന്നവൻ താൻ എന്നും മറ്റുമുള്ള ലളിതമായ ഭാഷയിൽ ദുർഗ്രഹങ്ങളായ വേദാന്ത തത്വങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. എന്നാൽ ഭക്തിരസപ്രധാനമായ കൃഷ്ണഗാഥയിൽ ശൃംഗാരത്തിന്റെ അതിപ്രസരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. ഗാഥയിൽ അധിക ഭാഗങ്ങളിലും ശൃംഗാരമാണ് അരങ്ങ് പാടുന്നത് എന്നും കവി അനവസരത്തിൽ പോലും ശൃംഗാരത്തോട് പ്രതിപത്തി കാട്ടുന്നു എന്നും മറ്റുമുള്ള ആക്ഷേപങ്ങളുമുണ്ട്. എന്നാൽ വെൺമണിക്കൃതികളിലേതുപോലെ അനാവൃതവും നിരങ്കുശവുമായ ശൃംഗാര പ്രതിപാദനം കൃഷ്ണഗാഥയിൽ ഇല്ലെന്നത് വാസ്തവമാണ്. മാത്രമല്ല ഭക്തിയും ശൃംഗാരവും വീരവും ഭയാനകവും ഒക്കെ ചേർന്ന് ഒന്നായി വിലയം പ്രാപിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് അനുപേക്ഷണീയമായ വൈരാഗ്യം എന്ന മാനസികാവസ്ഥയിലേക്ക് വായനക്കാരെ നയിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് കവി കൃഷ്ണഗാഥയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. സംസാരമോക്ഷത്തിൻ കാരണമായതോ വൈരാഗ്യമെന്നല്ലോ ചൊല്ലി കേൾപ്പൂ എന്നതു തന്നെ വരുത്തി നിന്നിടുവാൻ ഇന്നിതു തന്നെ ഞാൻ നിർമ്മിക്കുന്നു എന്നും കാതയെ കൊണ്ടിവൻ പാതകം പൂണ്ടോരെ പൂതന്മാരാക്കി ഞാൻ നീതിയാലേ നിർഗതി പൂണ്ടുള്ള വൃക്ഷങ്ങൾക്കെല്ലാമേ സൽഗതി നൽകിനാൻ ഗാഥയാൽ എന്നുമുള്ള വരികളിൽ നിന്നും മനുഷ്യരാശിയുടേതെന്നല്ല ലോകത്തിന്റെ മുഴുവനും ശോകകാരണമായ ആസക്തി തുടച്ചു നീക്കി ശാന്തവും ശാശ്വതവുമായ നിർഭേദബുദ്ധി സൃഷ്ടിച്ച് ഈശ്വരപ്രാപ്തിയിലേക്ക് നയിക്കുകയാണ് കഥാകാരന്റെ മുൻപിൽ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാലദേശഭേദങ്ങൾ കൊത്ത് പ്രാമാണ്യം വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്ന യാതൊന്നിനുമല്ല, മറിച്ച് സമസ്ത ലോകത്തിനും സർവ്വവിധമായ കെട്ടുപാടുകളിൽ നിന്നുമുള്ള മോചനം, മോക്ഷം എന്ന ആ മോക്ഷം എന്ന പദത്തിന്റെ അർത്ഥം ഇതല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്ന വിശിഷ്ടാശയത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് കൃഷ്ണഗാഥ രചിക്കപ്പെട്ടത് എന്ന് തെളിയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കൃഷ്ണഗാഥ നമുക്ക് ഓരോ വരികളിലൂടെയും നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് ഇനിയും ഇവിടെയൊക്കെയോ നല്ല നല്ല വരികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ കഴിവ് ഋതുവർണ്ണനയൊക്കെ ഹേമന്തവർണ്ണനയൊക്കെ വളരെ ഭംഗിയായിട്ടാണ്. ചിതന്തഴച്ചോരു ഹേമന്തകാലവും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ ഭാഗത്തൊക്കെ പ്രകൃതി വർണ്ണനയുണ്ട്, ശൃംഗാരമുണ്ട്, ഭക്തിയുണ്ട്, തത്വങ്ങൾ, മോക്ഷപ്രാപ്തിക്കുള്ള തത്വങ്ങൾ വരെ ഈ കൃഷ്ണഗാഥ ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിൽ വായിച്ചിട്ട് വളരെ ആസ്വാദനപൂർവ്വം വായിക്കുന്നവർക്ക് ഒരു അല്പം ഭക്തിയുടെ അതിപ്രസരം, ഭക്തി ഇഷ്ടപ്പെടുന്നവർക്ക് പ്രശ്നമില്ല, ഭക്തി ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു അതിപ്രസരം ആ ശൃംഗാരവും ഭക്തിക്കും മുൻഗണനയുണ്ട് എന്ന് ചിലവരുടെ ആ വിമർശനത്തിന് മറുപടി ബാക്കി ആ മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ എന്തായിരുന്നു ലക്ഷ്യം, പട്ടതിരി ഈ കൃഷ്ണഗാഥാകാരൻ ഇതിൽ എഴുതി എന്താണ് അവസാനം ഇതിലേക്ക് മനുഷ്യനിലേക്ക് ഏതിലേക്ക് പോകണം എന്നുള്ള മനുഷ്യരാശിയുടെ സമസ്ത ലോകത്തിനും സർവ്വവിധമായ കെട്ടുപാടുകളിൽ നിന്നുമുള്ള മോചനം, മോക്ഷം എന്ന അതാണ് മോക്ഷം. ആ പദത്തിന്റെ അർത്ഥം ഇതല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഗാഥയിലൂടെ എന്ന് നമുക്ക് വിശദമായി ചിന്തിക്കാൻ പറ്റും. അങ്ങനെ എന്നാൽ അറിയുന്ന ചെറിയ പരിമിതമായ വാക്കുകളിലൂടെ ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.